സമയബന്ധിതമായി ഒന്നാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞതോടെ 400 കോടി രൂപയുടെ ലാഭമാണ് കൊച്ചി മെട്രോ പദ്ധതിക്ക് ലഭിച്ചതെന്ന് DMRC മുഖ്യോപദേഷ്ടാവ് ഡോക്ടർ ഇ ശ്രീധരൻ പറഞ്ഞു. ഞങ്ങൾ 3 കൊല്ലത്തിനുള്ളിൽ തീർക്കണമെന്നായിരുന്നു ആദ്യത്തെ ഇത്. പക്ഷേ 4 കൊല്ലത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് കരാറ്, KMRലായിട്ട് കരാറ്. അപ്പോൾ ഇതുവരെയുള്ള വർക്ക് 4 കൊല്ലത്തിൽ നിങ്ങൾ തീർക്കും തീർച്ചയായിട്ടും. മറ്റൊരു സ്ഥലത്ത് സ്ഥലം കിട്ടാനായിട്ടാണ്. സമയത്തിന് പണി തീർന്നാലേ അത് ലാഭമായിട്ട് വരും. കൊച്ചി മെട്രോ പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ ആദ്യ സർവീസ് പാലാരിവട്ടം വരെ അടുത്ത മാസം മുതൽ ആരംഭിക്കും. ഈ വർഷം ജൂണിൽ തന്നെ മഹാരാജാസ് കോളേജ് വരെ മെട്രോ സർവീസ് നീട്ടാൻ കഴിയുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. മാർച്ചിൽ വരെ ഞങ്ങൾക്ക് പാലാരിവട്ടം വരെ പണി കഴിയും. ജൂൺ ആകുമ്പോഴേക്കും മഹാരാജാസ് കോളേജ് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇന്ത്യയിൽ ഒരു വർഷം 6 കിലോമീറ്റർ മാത്രം മെട്രോ പദ്ധതികളുടെ നിർമ്മാണം നടക്കുമ്പോൾ ചൈനയിൽ പ്രതിവർഷം 300 കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാവുന്നുണ്ട്. എന്നാൽ ലോകത്തൊരിടത്തും മെട്രോ പദ്ധതികൾ ലാഭത്തിലല്ലെന്ന് പറഞ്ഞ ശ്രീധരൻ സാമ്പത്തിക സുസ്ഥിരത ആർജിക്കുകയാണ് മെട്രോ പദ്ധതികൾക്ക് വേണ്ടതെന്ന് വ്യക്തമാക്കി. തൃപ്പൂണിത്തുറ വരെ ആദ്യഘട്ട പദ്ധതി പൂർത്തിയായാലേ മെട്രോയുടെ ഗുണം കൊച്ചിക്ക് ലഭിക്കുകയുള്ളൂവെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.